നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞ് ഏകദേശം 27 മണിക്കൂർ തികയുന്നതിന് മുമ്പേ കേരളത്തിൽ UDF തരംഗമാണ്. UDF ആണ് അധികാരത്തിൽ എത്തുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം, അതായത് ഏറ്റവും ഉയർന്ന 4ാമത്തെ പോളിംഗ് ശതമാനമാണ് ഇത് കേരള ചരിത്രത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ UDFിനാണോ വിജയ സാധ്യത, LDFിനാണോ വിജയ സാധ്യത? LDF മുന്നണി പറയുന്നു ഞങ്ങൾ അധികാരത്തിലെത്തും. പക്ഷേ UDFുകാർ പറയുന്നു ഞങ്ങൾ 100 സീറ്റുകൾ നേടി കൃത്യമായിട്ടുള്ള വോട്ടിൽ അധികാരത്തിലെത്തുമെന്ന്. അങ്ങനെ അധികാരത്തിലെത്തിയാൽ ഏകദേശം 5 മിനിറ്റ് കൊണ്ട് തന്നെ, അതായത് കോൺഗ്രസിനാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ വെറും 5 മിനിറ്റിനകം മുഖ്യമന്ത്രി സ്ഥാനം ആർക്കാണ് കൊടുക്കേണ്ടത് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് PC വിഷ്ണുനാഥ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എത്ര ദിവസം എടുത്തു പൂർത്തിയായിട്ട് വരാൻ? എത്ര ദിവസം? ഏകദേശം 3 ദിവസത്തോളം എടുക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക. അത് അന്തിമ പട്ടിക, ചുരുക്കപ്പട്ടിക, മറ്റേ പട്ടിക, അങ്ങനെ രീതിയിലേക്ക് വന്നു. അങ്ങനെയുള്ള കോൺഗ്രസിൽ എങ്ങനെയാണ് 5 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നത്? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പം തന്നെ 4 പേരാണ് മത്സരിക്കുന്നത്. അതായത് ആദ്യം തന്നെ നമുക്ക് VD സതീശൻ, പിന്നെ സണ്ണി ജോസഫ്, പിന്നെ രമേശ് ചെന്നിത്തല, പിന്നെ വരുന്നത് K മുരളീധരൻ. ഇവർ 4 പേർക്കുമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി? ആദ്യം തന്നെ നമുക്ക് പ്രായാധിക്യം കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിത്വം എന്ന് പറയുന്നതിനകത്ത് VD സതീശനാണ്, സതീശൻജി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യത കറന്റ് പ്രതിപക്ഷ നേതാവിന് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കാൻ നേരത്താണ് കോൺഗ്രസിന്റെ പഴയ വിഷയങ്ങൾ വരുന്നത്. ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടി വഴക്ക്. ഇപ്പോൾ തന്നെ മുരളീധരനും VD സതീശനുമായിട്ട് ഭയങ്കര ജോയിന്റിലൊന്നുമല്ല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അസ്വാരസ്യങ്ങളുണ്ട്, പഴയ കാര്യങ്ങളുണ്ട്. K മുരളീധരൻ ഒരു തവണ കോൺഗ്രസ് വിട്ടുപോയിട്ടും പിന്നീട് വീണ്ടും തിരിച്ചു വന്നതാണ്. പിന്നെ ഒരു തവണ തന്നെ പറഞ്ഞു തൃശ്ശൂരിലെ ഇലക്ഷനിൽ അദ്ദേഹത്തെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തിയതിനു ശേഷം ഇനി ഒരിടത്തും ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തെ വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ മത്സരിച്ച് വിജയിച്ച് വരുവാണെങ്കിൽ അദ്ദേഹം പറയും എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ട്, ഞാൻ വർഷങ്ങളോളം ഈ പാർട്ടിക്ക് പുറകെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് പറയാം. പിന്നെ സണ്ണി ജോസഫ്, കറന്റ് KPCC അധ്യക്ഷൻ. സണ്ണി ജോസഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വർഷങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആൾ, KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയ വ്യക്തി. അങ്ങനെ നോക്കുവാണെങ്കിൽ സണ്ണി ജോസഫിന് യോഗ്യതയുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം രമേശ് ചെന്നിത്തല, മുൻ ആഭ്യന്തരമന്ത്രി, അങ്ങനെ ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു രമേശ് ചെന്നിത്തല. പുള്ളിക്കാരൻ്റെ കാലഘട്ടത്തിൽ പോലീസ് സേനയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് പിന്നീട് പറഞ്ഞത്. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തുകൊണ്ട് യോഗ്യതയുണ്ട്? മുൻ മന്ത്രിയായിരുന്നു, അതും ആഭ്യന്തരം കൈകാര്യം ചെയ്ത വ്യക്തിയായിരുന്നു. ആ രീതിക്കൊക്കെ നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ട്. ഇങ്ങനെ വരാൻ നേരത്തായിരിക്കും VD സതീശൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. VD സതീശൻ അറിയാലോ, ഇപ്പോൾ തന്നെ അദ്ദേഹം ജയിച്ചു നിൽക്കുന്നു എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം വരുവാണെങ്കിൽ സത്യമായിട്ടും കോൺഗ്രസ് തന്നെ വൻ അടികൾ സംഭവിക്കും, വൻ കലാപങ്ങൾ സംഭവിക്കും. കോൺഗ്രസ് വീണ്ടും പല പല ഗ്രൂപ്പുകളായിട്ട് വീണ്ടും പിളരും. അപ്പോൾ കുറച്ച് പേര് മുരളീധരൻ്റെ കൂടെയായിരിക്കും, കുറച്ച് പേര് സണ്ണി ജോസഫിൻ്റെ കൂടെയായിരിക്കും, കുറച്ച് പേര് രമേശ് ചെന്നിത്തലയുടെ കൂടെയായിരിക്കും. രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് ഇവർക്കിടയിലുള്ള ഏറ്റവും വലിയൊരു നേതാവായിരിക്കും. ആ പുള്ളിക്കാരൻ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനമായിട്ട് VD സതീശനുമായിട്ട് എന്തായാലും ജഗടയായിരിക്കും. അവർ പറയും എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവണം, അല്ലെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രി ആവണം. VD സതീശൻ പറയും എനിക്ക് മുഖ്യമന്ത്രി ആവണം. ഇങ്ങനെയുള്ള കോൺഗ്രസിൽ എങ്ങനെയാണ് വെറും 5 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്? PC വിഷ്ണുനാഥ് ഒന്നും കൂടെ വിശദമായിട്ട് പറയണം. ഇനി നിങ്ങൾ ആൾറെഡി തന്നെ മറ്റേ 4 പേരുടെ പേര് എഴുതി നറുക്കിട്ട് വെച്ചേക്കാണ്. നിങ്ങൾ ഭൂരിപക്ഷം കിട്ടുവാണെങ്കിൽ ഇട്ട് കുലുക്കിയിട്ട് കൊടുത്തേ ആണോ? ആൾറെഡി 4 പേര് പേര്, അതായത് ഓരോ പേപ്പറിൽ K മുരളീധരൻ, സണ്ണി ജോസഫ്, പിന്നെ അടുത്തത് രമേശ് ചെന്നിത്തല, പിന്നെ അടുത്ത VD സതീശൻ. ഇവർ 4 പേരെ പേരും എഴുതി ഒരു കൂടത്തിലിട്ട് അടച്ചു വെച്ചേക്കാണ് ഇപ്പോഴേ. അതായത് നിങ്ങൾക്ക് ഭൂരിപക്ഷമാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മച്ചാനെ ആ ബോക്സിങ്ങിടെ കുലുക്ക് കൊടുക്കൂ, ആ ഒരു രീതിക്ക് ഇട്ടേക്കണം നറുക്കിട്ടെടുക്കാൻ വേണ്ടി. അതോ എങ്ങനെയാണ്? ടേമാണോ പ്ലാൻ? ഓരോരുത്തർക്കും ഓരോ വർഷമോ 1.5 വർഷമോ വീതം വെച്ചുള്ള ടേമാണോ നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്? അതോ ഓരോരുത്തർക്ക് എന്തെങ്കിലും പ്രത്യേക സ്ഥാനങ്ങളോ പ്രത്യേക ക്യാബിനറ്റ് പദവിയോ പ്രത്യേക പോസ്റ്റുകളോ നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ ഇവർ 4 പേർക്കും? കാരണം കേരളം കണ്ട ഏറ്റവും കാശ് പൊട്ടിച്ചിട്ടുള്ള ഇലക്ഷനാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കാശ് പൊടിച്ചിട്ടുള്ള ഇലക്ഷൻ. അതായത് ഓരോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയും ബൂത്തിലേക്കുള്ള സ്ലിപ്പ് വരെ കണ്ടാൽ നമുക്കറിയാം എത്ര കോടി രൂപ പൊട്ടിച്ചു എന്ന്. നല്ല രീതിയിലുള്ള ഫണ്ടിങ്ങും ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന് ഈ ഇലക്ഷനിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന വ്യക്തിയായിരിക്കും.
അതായത് സ്വകാര്യ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും കേരളത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല കോൺഗ്രസിന്. കാരണം നല്ല രീതിയിലുള്ള ഫണ്ട് ഇറക്കിയ ഇലക്ഷൻ, നല്ല രീതിയിലുള്ള ഫണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഇലക്ഷൻ, ആ രീതിയിലാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന വേറെ ആരുമില്ല, നമ്മുടെ എല്ലാവരും സ്വന്തം വി ഡി സതീശൻ ചെയ്യേണ്ടതായിരിക്കും. കാരണം ഫണ്ടിൻ്റെ കാര്യത്തിൽ പുള്ളിക്കാരൻ പണ്ടേ മിടുക്കനാണ്.